ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട്, ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ് ഒക്ടോബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അവിടെയും റെസ്പോണ്ട് ചെയ്യും. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, ഇത് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ചില ഒറക്കിൾ കാർഡ്സ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ കാർഡ് ഇവിടെ കാസ്കറ്റ് ആണ്. സമൺ ഈസ് ഗോയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ ദ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ എൻഡ് ആവാൻ പോകുന്നുണ്ട്. എന്തോ ഒരു കരിയറുടെ വിഷയത്തിലായിരിക്കാം, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിലാവാം. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിനെ വിട്ടു പോണു, ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവണു. രണ്ടാമത്തെ കാർഡ് ഇവിടെ, അത് നമ്മൾക്ക് ടാരോയിൽ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബോട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ. മണി ഓർ പ്രോപ്പർട്ടി ത്രൂ ഇൻഹെറിറ്റൻസ്, വിന്നിങ് ഓർ വിൻഫോൾ. അപ്പോൾ കരിയറിൽ നല്ല സമയമാണ് ഇത്. കുറേ പൈസ വരണ എനർജി ഉണ്ട്, കുറേ സക്സസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കരിയർ വൈസ് ഇത് നല്ല പോസിറ്റീവ് മന്താണ്. ചെയർ ഫീൽഡ് എന്ന് വന്നിട്ടുണ്ട്. സമൺ ന്യൂ ഇസ് എൻട്രിങ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 കാർഡ്സ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടാരോയിലേക്ക് ചെല്ലാം. ടാരോ മെസ്സേജസ്. അപ്പോൾ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ഒക്ടോബറുടെ 5 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള എനർജി 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി 6 ഓഫ് കപ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 10 ഓഫ് കപ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ആയിട്ട് കാർഡ് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ 10 ഓഫ് സോഡ്സ് ആണ്. ഔട്ട്കം ഇവിടെ ഈ കാർഡ്. അപ്പോൾ ലിയോ, 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 5 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ് ആക്ച്വലി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ്റർഫിയർ ചെയ്യണ എനർജിയാണ്. അതല്ല വെച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ ജെലസ് ആവണ എനർജി ഉണ്ട്. അതും കാണാണ്ട് ഇവിടെ. കുറേ അൺഹെൽതി ഒരു കോമ്പറ്റീഷൻ്റെ എനർജി ഉണ്ട്. ചിലവർക്ക് നിങ്ങളുടെ സക്സസ് കാണാൻ പറ്റുന്നില്ല, കുറേ ഒരു ജെലസ് എനർജീസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് സോഡ്സ് ഇവിടെ? അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ വർക്കിൻ്റെ കാര്യത്തിൽ കലീഗ്സ് ആവാം. ഈ പേഴ്സൺ, പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനി പേഴ്സൺ ആണ്. ഈ പേഴ്സണിൻ്റെ കൂടെ ആയിരിക്കും ഈ വഴക്കുണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ. ഇടയ്ക്ക് അവർ നിങ്ങളോട് എന്തെങ്കിലും പറയും, ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മാതിരി ഒരു എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ കുറേ ഫേമായിട്ട് ഈ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഇവർ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് വെച്ചാൽ അവരെ കുറച്ചൊരു ഡിസ്റ്റൻസിൽ വെക്കുക. ഓക്കെ, അവരുടെ കൂടെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യരുത്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കുറേ എനർജി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പറഞ്ഞാൽ ഒരു ഏരിയ ഓഫ് ലൈഫിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അതുമാതിരി നിങ്ങൾക്ക് റിവാർഡില്ല. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അതുമാതിരി മറ്റേ പേഴ്സൺ റെസിപ്രോക്കേറ്റ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇംബാലൻസും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രാക്ടിക്കലായിട്ട് വേണം ഈ മാസം കാര്യങ്ങൾ ചിന്തിക്കാൻ. എന്ന് വെച്ചാൽ ഇമോഷണലി ആയിട്ട് നിങ്ങൾ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്, പക്ഷേ
അതുമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തിന് ആ എനർജി ഇല്ലൂ, മറ്റേ സൈഡിൽ നിന്ന് ആ എനർജി ഇല്ല, എഫേർട്ട് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്നാണ് നിങ്ങൾക്ക് ആലോചിക്കേണ്ടത്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റ് ചെയ്യണ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു എക്സ്പെക്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പേജ് സോഡ്സ് ഉണ്ട് ഇവിടെ. പേജ് സോഡ്സ് ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ആവാം, ഇല്ലേച്ച ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണ എനർജി ആവാം. മേ ബി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഇവിടെ ഒരു റിജക്ഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാതിരി നിങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബർ മാസത്തിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ, ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ കുറേ ലോ ആയിരുന്നു ഫീൽ ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ തിരിച്ചു വരും. 6 ഓഫ് കപ്സ്, ഇവിടെ 4 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സും 6 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് 2 ഓഫ് വോൺസ്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ അതിലും അവരുടെ എനർജി, എഫേർട്ടൊക്കെ അത്ര പറഞ്ഞാൽ നിങ്ങളുടെ മാതിരി മാച്ച് ചെയ്യണ ടൈപ്പ് ഓഫ് എനർജി അല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾ ആക്ച്വലി ഒരു വെരി ബോർഡ് എനർജിയിലാണ്. ഈ പേഴ്സൺ ആദ്യം തിരിച്ചു വന്നിട്ടുണ്ട്, ആദ്യം ആ സെയിം സ്റ്റോറി റിപ്പീറ്റ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത്ര മുമ്പത്തെ മാതിരി ഇപ്പോൾ ഈ പേഴ്സൻ്റെ അടുത്ത് അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് പക്ഷേ 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 10 ഓഫ് കപ്സ് ഒരു ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു ഹാപ്പി എൻഡിങ്ങിൻ്റെ എനർജിയാണ്, ഒരു നല്ല റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്, ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി കാണാണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരും, ആൻഡ് ആ പുതിയ പേഴ്സൻ്റെ എനർജിയിലാണ് നിങ്ങൾ 10 ഓഫ് കപ്സിലേക്ക് പോകുന്നത്. ഓക്കെ, പക്ഷേ ഈ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഇത് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ തുടക്കമുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. പക്ഷേ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക്. അതെന്താ വെച്ചാൽ ഈ പേഴ്സൺ പറഞ്ഞ കുറേ പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഈ പാസ്റ്റ് പേഴ്സണെ കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും തോട്ട്സൊക്കെ അവരെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഇവിടെ കുറേ കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നുണ്ട്, കുറേ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് അതിന് വേണ്ടിയിട്ട് തയ്യാറല്ല, റെഡിയല്ല. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ എനർജീനെ ഗ്രൗണ്ട് ചെയ്യാനാണ് പറയണത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, കുറച്ചുകൂടിയും ഒരു ബാലൻസ് കൊണ്ടുവരണം നിങ്ങളുടെ ഇമോഷണൽ, ഫിസിക്കൽ സിറ്റുവേഷനിൽ. എന്താ വെച്ചാൽ നിങ്ങൾ ഇമോഷണലി കുറേ ഡൗൺ ആയിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. എന്തോ ഒരു സ്റ്റോറി, എന്തോ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിരിക്കണോ. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് റെഡി ആവാനാണ് യൂണിവേഴ്സ് പറയണത്. എന്തോ ഒരു ബിട്രയൽ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ നിങ്ങൾ കുറേ ഡിജക്റ്റഡ് ആണ്, കുറേ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഹീൽ ചെയ്യും, ഈ സിറ്റുവേഷന് പുറത്തു വരാനാണ് പറയണത്. ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞു, ഇപ്പോൾ തീർന്നു, ഇത് ഇപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ഫ്രണ്ട്സിൻ്റെ കൂടെ കണക്ട് ചെയ്യാനാണ് പറയണത്. ഈ സിറ്റുവേഷന് പുറത്തു വരാൻ നോക്കാനാണ് പറയണത്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. അത് ഇവിടെയും നമ്മൾ കണ്ടു. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വിടും, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിനെ വിടും, മറ്റേ പേഴ്സൺ, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ആണ് ചെയ്യണത്. ഔട്ട്കമിൽ 9 ഓഫ് കപ്സ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല, പക്ഷേ ഫ്യൂച്ചർ ഞാൻ കാണുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ ആയിരിക്കാം, ഫ്യൂച്ചർ ഹസ്ബൻഡിൽ വെച്ചാൽ വൈഫ് ആവാം. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ പ്രേ ചെയ്ത മാതിരി ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് അക്വേറിയസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ആൻഡ് ഫയർ സൈൻ അത് നിങ്ങളായിരിക്കാം.
അപ്പോൾ ഇതാണ് 2 സൈൻസ്, അക്വേറിയസ്, ടോറസ്, വോഗോ, കാപ്രിക്കോൺ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പേഴ്സണലായിട്ട് റീഡിങ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അതപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ്റെ കൂടെ ഒരു പേഴ്സണൽ റീഡിങ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്. പക്ഷേ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക വീഡിയോനെ, കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ കാണാം. ടേക്ക് കെയർ.